ഹലോ, അപ്പോൾ നമുക്ക് ഡിസ്നിലാൻഡിൻ്റെ ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ? ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഈവനിങ് പരേഡ് കാണാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറി നിന്നപ്പോഴത്തേനും ഇവിടെ ഫുൾ ആളായി. ഞങ്ങൾ ഒരുപാട് പാട് കേട്ടു ഇതിൻ്റെ ഇടയ്ക്കൊന്ന് കയറി പറ്റാൻ വേണ്ടിയിട്ട്. ഇവിടെ മൊത്തം ആൾക്കാരെ, ഇവിടെ ഫുള്ള് ഭയങ്കര തിരക്ക്. നല്ല രസമുണ്ടല്ലേ? ആ സ്ലിപ്പിംഗ് ബ്യൂട്ടി കാണാൻ നല്ല രസമുണ്ട്. ആ കളർ കണ്ടില്ലേ? ഇവിടെ ഇപ്പം അനൗൺസ് ചെയ്തു 10 മിനിറ്റ് കൊണ്ട് പരേഡ് സ്റ്റാർട്ട് ചെയ്യുമെന്ന്. അങ്ങനെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല ഈ തിരക്ക്. ഈ പരേഡ് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്ര തിരക്ക്. മെയിനായിട്ടും നമ്മുടെ ഈ ഡിസ്നിയുടെ എല്ലാ ക്യാരക്ടേഴ്സും ഉള്ളൊരു പരേഡാണ് ഇത്. ആ പരേഡ് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ശരിക്കും കുട്ടികൾ മാത്രമല്ല ഇതിൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത്, അഡൽട്സും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ആ പരേഡ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ മാറി വേറൊരു വൈബായി സ്ഥലം. Mickey's Dazzling Christmas Parade! Your body, feel it in the air. It's something quite exciting. There's magic everywhere. It's a celebration of life. Regardez toutes ces lumières autour de vous. C'est le secret de la magie de Noël. Vous êtes prêts, les amis? I have a surprise! Listen to this! Whoa!
What you doing? Merry Christmas! Wow. Shopping is awesome, it is all fall. ഈ പരേഡ് കണ്ടോണ്ട് നിന്നാൽ സമയം പോകുന്നത് അറിയത്തേയില്ല. അത്രയ്ക്ക് നല്ല ഭംഗിയായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. ഇപ്പം നമ്മളിങ്ങനെ അടുത്തത് എന്താ ചെയ്യാന്ന് കരുതി നമ്മളിങ്ങനെ നോക്കി നടക്കും. അപ്പോഴാണ് ഇങ്ങനൊരു സാധനം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടത്. അപ്പം അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ ഒരു റൊട്ടേറ്റ് ചെയ്യുന്നൊരു ഗെയിമിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി ഇരുന്നിട്ട് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ കറക്കുക. നല്ല രസമുണ്ട് ഇത് കണ്ടിട്ട്. നമ്മളങ്ങനെ ക്യൂവിൽ നിൽക്കുക, കയറണോ വേണ്ടായോ എന്നുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുക. ഫൈനലി നമ്മളും ഇതിനകത്ത് കയറിയിരിക്കുക. പോവാൻ വേണ്ടിയിട്ട് എന്താ അവസ്ഥ അറിയില്ല. പറന്നിട്ട് വരാം. സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളിങ്ങനെ പറന്നുകൊണ്ടിരിക്കുമോ, നമ്മൾ ഡിസ്നി ലാൻഡിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത്യാവശ്യം സ്പീഡുണ്ട്. ആരാ പോയി സ്പീഡില്ലാന്ന്. നമ്മളങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി. പക്ഷെ അത് ആ ഇരിക്കുന്ന സ്ഥലം ഇത്തിരി ഒരു വലിപ്പം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് 2 പേർക്ക് അടിപൊളിയായിട്ടിരിക്കാം. പക്ഷെ അത് ഇത്തിരി സ്പേസ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് 2 പേർക്ക് അങ്ങോട്ട് ഇരിക്കാൻ ഇത്തിരി പ്രശ്നമാണ്. നല്ല കൺജസ്റ്റഡാണ്. ആ ഒരു പ്രശ്നം ഉള്ളായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് സ്പീഡുണ്ടായിരുന്നു. ഭയങ്കര സ്പീഡാന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയ രീതിയിൽ. ഞാൻ പേടിച്ചാണ് കയറിയത്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഷോപ്പിൽ കയറി. ഇവിടെ ഫുള്ള് ഇങ്ങനെയുള്ള സുവനേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഡ്രസ്സും കുഞ്ഞു പിള്ളേരുടെ സാധനങ്ങളാണ്. ഇതൊക്കെ പാരീസിൻ്റെ, നമുക്ക് ഫ്രാൻസിൻ്റെ സുവനേഴ്സൊക്കെ വാങ്ങിക്കുന്നവർക്ക് നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ പല വെറൈറ്റി ഡോൾസൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടുതലും ഈ ഡിസ്നിയുടെ ക്യാരക്ടേഴ്സൊക്കെ ആയിരുന്നു. കുട്ടികൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ ഷോപ്പിലുണ്ടായിരുന്നു. ഇങ്ങനെ ഒത്തിരി ക്യാൻഡീസ് അടുക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് ഈ ക്യാൻഡി കാണാൻ വേണ്ടിയിട്ട്. ഇത് ഒരെണ്ണത്തിന് 4 യൂറോയാ.
ഇങ്ങനെ പല വെറൈറ്റി ഉണ്ട്. നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഏതെടുക്കണം എന്നൊക്കെ. നമ്മളിത് സെലക്ട് ചെയ്തു. നമ്മളിപ്പം വേറൊരു റൈഡിൽ ക്യൂ നിൽക്കുക. ഇത് അത്യാവശ്യം ഒരു 1.5 ക്യൂ ആണ്. ഒരു 20 മിനിറ്റ്സ് ഒക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ 20 മിനിറ്റ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാറ് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇങ്ങനെ ഒരു കാറ് ട്രാക്കൊക്കെ ഉണ്ട്. റോഡ് പോലെ ഒരു ട്രാക്കൊക്കെ തന്നേക്കുക. അപ്പം നമുക്ക് അതിൽ ഇങ്ങനെ കാറെടുത്ത് നമുക്ക് ഡ്രൈവ് ചെയ്യാം. ചുമ്മാ ഒരു ഫൺ ഗെയിം അത്രേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ നല്ല ക്യൂ ആണ്. കുഞ്ഞ് ഒറ്റ ഓടിച്ചോണ്ട് നോക്കിയ ചെറുത്. ഇവിടെ ഫുൾ ഇങ്ങനത്തെ ട്രാക്കാ. എല്ലാവരും ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുക. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ കാറ് ഡ്രൈവ് ചെയ്യാൻ പോവാ. ഇന്നത്തെ നമ്മുടെ ഒരു വെറൈറ്റി സെഗ്മെന്റ് ആണ് കാറ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പ്രോയോ ഇന്ന് ഡ്രൈവറിനെ ചെറുതായിട്ടൊന്ന് മാറ്റി. ഇന്ന് ഞാനാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് ട്രാക്സും ഉണ്ട്. ഇവിടെ ഫുള്ള് ട്രാക്സാ. നമുക്ക് ഇവിടുന്ന് കാർ എടുത്തിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോവാം. ഈ ട്രാക്കിൽ കൂടെ എല്ലാം ഫുള്ള് പോവാം. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എന്തായാലും നമ്മുടെ കാർ എനിക്ക് ഇഷ്ടപ്പെട്ട കളറെ പിങ്ക് തന്നെ വന്നേക്കുന്നത്. നോക്കാം. ഒത്തിരി നാളെയല്ലേ വണ്ടി ഓടിച്ചിട്ട്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അഭിപ്രായം ഇപ്പൊ പിന്നെ പറഞ്ഞാലോ. പക്ഷെ ഇത് അങ്ങോട്ട് മൂവ് ആവുന്നില്ലല്ലോ. ഞാൻ ഉള്ള സാധനത്തിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഇത്ര സ്പീഡേ ഉള്ളോ? ശരിക്കേ പിന്നെ ഇരിക്കാൻ ഒരു കംഫർട്ട് ഇല്ല. ലെഗ് സ്പേസ് കുറവാ. ലെഗ് സ്പേസ് കുറവെന്ന് മാത്രമല്ല ഒരു പവർ ഇല്ലാതെ ഇതോട്ട് മൂവ് ആവുന്ന പോലും ഇല്ലതേ. ഫുൾ പവറിൽ പൊക്കോണ്ടിരിക്കുക ഗൈസ്. പക്ഷേ ഇതങ്ങോട്ട് മൂവ് ആവുന്നില്ല. നമ്മുടെ പിങ്ക് കാർ ഉദ്ദേശിച്ചത്ര പവർ ഇല്ല ഗൈസ്. നമ്മള് തിരിച്ച് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാ. നമ്മളിവിടെ ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം 2-3 റൈഡിലൊക്കെ കയറിയായിരുന്നു. പക്ഷേ എല്ലായിടത്തും ഒരു കോമൺ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ടൈം ക്യൂ നിൽക്കണം. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. എല്ലാ ഗെയിമിംഗ് സെൻറ്റേഴ്സിൻ്റെ ഫ്രണ്ടിലും അവരെഴുതി വെച്ചിട്ടുണ്ട് ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരുമെന്ന്. അങ്ങനെ ഒരുപാട് നേരം ക്യൂ നിന്നിട്ട് നമ്മൾ കയറിയ ഒരു ഗെയിമിംഗ് പോയിൻ്റ് ആയിരുന്നു ഈ ലേസർ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നല്ലതായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. പക്ഷേ ക്യൂ നിൽക്കുന്നത് ഒട്ടും നമുക്ക് പറ്റാത്തൊരു കാര്യമായിരുന്നു. Ready for anything. നമ്മളിങ്ങനെ വിശന്നിട്ട് ലാസ്റ്റ് ഒരു ഹോട്ട് ചോക്ലേറ്റും പിന്നെന്തായിരുന്നു, ഇതെന്തായിരുന്നു, കോഫി വിത്ത് മിൽക്ക് അല്ലേ, ഒരു കോഫി വിത്ത് മിൽക്കും. പിന്നെ ഇവിടുത്തെ ഇതൊരു
പേര് പറയാൻ നല്ല പാടായിരുന്നു. ഇത് ക്രീപ്പി വിത്ത് ചോക്ലേറ്റ് എന്നാണ് അവർ പറഞ്ഞത്. അതായത് ക്രീപ്പി വിത്ത് ന്യൂട്ടല്ല അതായിരുന്നു. അപ്പോൾ നമ്മൾ അതും വാങ്ങിച്ചു. ഇപ്പം നമുക്കിവിടെ ഒരു ഫൈനലായിട്ടൊരു ഡിസ്നി ഇല്ലുമിനേഷൻസ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ട്. ലൈക്ക് ഫയർ വർക്കാണ്. പിന്നെ ഒരു ഇലക്ട്രിക് അതും ലൈക്ക് ഈ ഫയർ വർക്ക് പോലത്തെ സംഭവമാണ്. അവർ ഒരു 10 മിനിറ്റ്സിൻ്റെ ഡിഫറൻസ് ഇട്ടിട്ടാണ് ഈ 2 പരേഡും പറഞ്ഞേക്കുന്നത്. ഞങ്ങളിനിയിപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാം. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇല്ലുമിനേഷൻസ് ശരിക്കും തിരക്കുണ്ട്. ഫയർ വർക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും പോവാ. ഭയങ്കര തിരക്ക് ഇവിടെ. എന്നാലും ഇത് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കാണുന്ന ഈ ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ലക്ഷറി റെസ്റ്റോറൻറ്റാണ്. ശരിക്കും ഇവിടെ നല്ല മെനുവിനൊക്കെ നല്ല റേറ്റാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഡിസ്നി ക്യാരക്ടേഴ്സാണ് സെർവ് ചെയ്യുന്നത്. നല്ല എക്സ്പെൻസീവാണ്. നല്ല അടിപൊളി നല്ല ലക്ഷറീസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഇത് ഫുള്ള് ലൈറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതാണ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മുടെ ഡിസ്നി ലാൻഡിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഫുൾ ഡേ ഇവിടെ ഡിസ്നി ലാൻഡിലായിരുന്നു. നമ്മൾ ശരിക്ക് എൻജോയ് ചെയ്തു. ഇവിടെ നമ്മൾ ഒരുപാട് റൈഡ്സിൽ കയറി, പല വ്യൂസ് കണ്ടു. അതുപോലെ ഇവിടെ നമ്മുടെ പല പരേഡ്സും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്തു. ഇന്ന് നമ്മൾ ഫുൾ ഡേ ഇവിടെയായിരുന്നു സ്പെൻഡ് ചെയ്തത്. ഇത് രാവിലെ ഒരു 9 o'clock ഒക്കെ ആകുമ്പോൾ ഓപ്പൺ ആവും. രാത്രിയിലൊരു ചില ദിവസങ്ങളിലാണെങ്കിൽ 10 മണി വരെയും ചില ദിവസങ്ങളിൽ 11 മണി വരെ ആയിരിക്കും. ഇന്ന് 10 മണി വരെ ആയിരുന്നു ലാസ്റ്റ് ഫയർ വർക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് 10 മണിക്കായിരുന്നു. ശരിക്കും ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫയർ വർക്ക് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ശരിക്കും എന്താ പറയുന്നത്, ഒരു മാജിക്കൽ മൊമെൻ്റ് ആണെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഈ ഒരു ഫയർ വർക്ക് എന്ന് പറയുന്നതും അവരുടെ ആ ഇലുമിനേഷൻസ്, ഡിസ്നിലാൻഡ് ഇലുമിനേഷൻസും പിന്നെ ഒരു ഇലക്ട്രിക് പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും വർത്തി വിസിറ്റ് പ്ലേസ് ആണ് ഡിസ്നിലാൻഡ്. സോ നിങ്ങൾക്ക് എങ്ങനെയും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രാൻസിൽ വരെയോ പാരീസിൽ വരെയോ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഡിസ്നിലാൻഡ് വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പം ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് ഇവിടെ ഈ കാരവാൻ എടുത്ത് ഡയറക്റ്റ് വരുന്നതെന്ന് പറയുന്നത് അത്ര ആക്സസിബിൾ അല്ലായിരുന്നു. സോ പാർക്കിംഗ് ഒക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് അത്ര കൺഫർമേഷൻ ഇല്ലായിരുന്നു. കാരണം ചില ആൾക്കാരോട് അന്വേഷിച്ചപ്പോഴും അവർ പറഞ്ഞു വെച്ചാൽ നമ്മൾ കാരവാൻ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഷട്ടിൽ എടുത്ത് ഇങ്ങോട്ട് വരണം എന്നൊക്കെ നമ്മൾ അറിഞ്ഞത്. സോ നമുക്കത് അത്ര കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ക്യാമ്പ് സൈറ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഊബർ വിളിച്ച് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പം ഇനി നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് തിരിച്ച് ഊബർ വിളിച്ച് ക്യാമ്പ് സൈറ്റിൽ പോവുക, ഇത് കിടന്നുറങ്ങാം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.